നമസ്കാരം. സജിലിൻ്റെ രണ്ടാമത്തെ മൂവിയാണ് എനിക്ക് തോന്നുന്നു അല്ലേ സജിലെ? ഫസ്റ്റ് മൂവിയിൽ ഞാനുണ്ടായി, അതിനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. കടകൻ എന്ന് പറയുന്നൊരു സിനിമ വളരെ നല്ല സിനിമയായിരുന്നു. ഒരു അസമയത്തായിരുന്നു എൻ്റെ റിലീസിങ്. അതുകൊണ്ട് മാത്രം പരാജയം എന്ന് പറയുമ്പോൾ നല്ല സിനിമ തന്നെയാണ് ഇപ്പോഴും. പക്ഷേ വീണ്ടും ഒരു സിനിമയുമായിട്ട് സജില് രംഗത്ത് വന്നിരിക്കുകയാണ്. എൻ്റെ സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. എനിക്ക് വളരെ ഇഷ്ടമായി. യൂത്തിനെ വെച്ചിട്ട് ഒരു ക്യാമ്പസ് പോലെ പൊരിക്കാൻ പറ്റിയ സിനിമയാണ്. ഇതിൻ്റെയൊക്കെ പിന്നിലെ ഏറ്റവും നല്ല സംഭവം എന്ന് പറയുന്നത് ശക്തമായ ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ മാത്രമേ ഏത് സിനിമയും നടക്കുള്ളൂ. വേറെ ആരുണ്ടായിട്ടും കാര്യമില്ല. ഇവിടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഏത് നടന്മാരെ അഭിനയിച്ചാലും ശരിയാണ്, ഏറ്റവും വലുത് പ്രൊഡ്യൂസർ തന്നെയാണ്, ഒരു സംശയമില്ല. പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ സിനിമയ്ക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഡയറക്ടർക്ക് കൊടുക്കുക, അതിൻ്റെ രീതിയിൽ അത് മേക്ക് ചെയ്യുക, നല്ല സമയത്ത് റിലീസ് ചെയ്യുക, അതുപോലെ തന്നെ നല്ല പ്രൊമോഷൻ കൊടുക്കുക. അതെല്ലാം അതിൻ്റെ കൂടെ നിൽക്കുന്ന നല്ലൊരു പ്രൊഡ്യൂസറായിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ലേ? സോ ഈ സിനിമ പണിയറിയാവുന്ന ഒരു ഡയറക്ടറിൻ്റെ കയ്യിലാണ് ഈ സിനിമ. കാരണം ഞാൻ അഭിനയിച്ചിട്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. അതിനുശേഷം വേറെ സബ്ജക്റ്റായിട്ടാണ് ഇറങ്ങാൻ തുടങ്ങിയത്. പക്ഷേ അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് വന്നപ്പോൾ ഞാൻ കുറച്ചുകൂടി ഇത് പിടിച്ചിട്ട് അത് പിടിക്കുന്നതിന് കുറെ നല്ലത്. അവരൊരു തീരുമാനം തന്നെയായിരുന്നു. അതെല്ലാം ഞാൻ കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. എന്തായാലും ഇതൊരു സൂപ്പർ ഹിറ്റായി മാറട്ടെ എന്ന് ഈശ്വരനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും നമസ്കാരം. ഡർബി എന്ന സിനിമ ഇപ്പം ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നത് അശോകൻ നന്നായിട്ട് ആളുകളെ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. അശോകൻ പണിയറിയാവുന്ന ഡയറക്ടർ എന്ന് പറഞ്ഞത് എനിക്ക് ഇദ്ദേഹത്തെ കുറിച്ച് നേരത്തെ അറിയില്ല. ഞാൻ കടകൻ കണ്ടിട്ടുമില്ല. ഇപ്പം ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇന്നൊരു സന്തോഷം, ഒരു സമാധാനമുണ്ട്. നല്ലൊരു സ്ഥലത്തോട്ടാണ് നമുക്ക് ചെല്ലുന്നത്. പിന്നെ ഈ പയ്യൻ ഇങ്ങനെ സ്റ്റോറി ആയിട്ട് അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയാണൊക്കെ ചെയ്യുന്നത്. കഥ മൊത്തത്തിൽ നറേറ്റ് ചെയ്തില്ല. ആദ്യം എന്നോട് പറഞ്ഞു ചേട്ടാ കുറച്ച് ദിവസം, പിന്നെ പറഞ്ഞു ചേട്ടാ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ആയിക്കോട്ടെ, ഇപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് വളരെ കുറവാണ്. ഇപ്പൊ എത്ര ദിവസം മുകളിൽ എടുത്തോ? അപ്പോൾ 15 ദിവസം വേണമെന്ന് പറഞ്ഞു. പ്രിൻസിപ്പളിന്റെ ക്യാരക്ടറാണ്. എനിക്ക് വളരെ പ്രതീക്ഷയുണ്ട്. ഞാൻ പറഞ്ഞ സംസാരത്തിൽ തന്നെ നമുക്ക് തോന്നും. പിന്നെ പുതിയ ആളുകളുമായിട്ട് ഈ അടുത്ത കാലത്ത് ഞെട്ടിച്ച കുറെ താരങ്ങളുമായിട്ട് ഒന്നിക്കാൻ കിട്ടുന്ന ഒരു അവസരം. ഈ സിനിമ ഒരു നല്ല പോസിറ്റീവ് എനർജിയുള്ള ഒരു പ്രൊഡ്യൂസർ, നല്ല യൂത്തിൻ്റെ ഒരു മൊത്തത്തിലൊരു നല്ല എനർജി ഫീൽ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും ഇത്. ഇതിനൊരു ഭാഗമാകാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഈ സിനിമ വലിയൊരു വിജയമാവട്ടെ. എല്ലാവരുടെ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഒരു 9:30 മുതൽ ആ പുറത്ത് ദോശ ഇടാൻ തുടങ്ങിയ ആളുകൾ. അപ്പം ഞാൻ എണ്ണ നോക്കി 2000 ദോശ കഴിച്ചിട്ടു. പടപടാ ചുട്ടോണ്ടിരിക്കുക. എവിടെയോടൊന്ന് ചുട്ടു നിർത്തിയിട്ട് ചൂടായിട്ട് കുറച്ച് ചൂടാവെന്ന് പറയുന്നു. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോകണം. എല്ലാവർക്കും നല്ലത് തന്നെ. ഈ സിനിമയുടെ ഞങ്ങളൊന്നിച്ച് അഭിനയിച്ച സാഗർ, ജുനൈസ്, ആൻമർലറ്റ് ഇവർ 3 പേരും വീണ്ടും ഒന്നിക്കുന്നു. അങ്ങനെ ഈ സിനിമയുടെ ഒരു ചെറിയ ഭാഗമായിട്ട് ഞാനുമുണ്ട്, ഒരു ഗസ്റ്റ് അപ്പിയറൻസ്. ഇത് പറയാൻ അനുവാദം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എല്ലാ ഭാവങ്ങളും നേരുന്നു. ഞാൻ സജിലിനെ പടം കാണുന്നതായിരിക്കും കടകം. എല്ലാവിധ ആശംസകളും ഈ പ്രൊജക്റ്റിന് നേരുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എന്താ പറയുക, ഞാനിങ്ങനെ സ്റ്റേജിൽ നിന്ന് എനിക്കങ്ങനെ ഒരുപാട് സംസാരിക്കാൻ അറിയില്ല. എന്തായാലും പടത്തിന് എല്ലാവിധ ആശംസകളും, എല്ലാവിധ ഹാപ്പി ന്യൂ ഇയർ. നമസ്കാരം. സച്ചിൻ്റെ ആദ്യത്തെ സിനിമയിൽ എനിക്കുള്ളൊരു ഭാഗ്യമുണ്ടായി. രണ്ടാമത്തെ സിനിമയിലും അവസരം തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവസരം ഇല്ലെങ്കിൽ ഞാൻ നാഗചേച്ചിയായി മാറും എന്നും പറഞ്ഞിട്ടുണ്ട്.
എല്ലാവിധ ആശംസകളും സജിലിനും അതുപോലെ തന്നെ സാഗർ എല്ലാവരും വളരെ അടുത്ത നീണ്ട അനിയന്മാരാണ്, പ്രിയപ്പെട്ടവരാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഈ പ്രൊഡക്ഷൻ കമ്പനി മനസ്സിലേക്ക് വരുന്നത് മാത്രമല്ല ഇതിൽ ഭയങ്കര ഹാർഡ് വർക്ക് ആയിട്ടുള്ള ഒരു കാരണമാണ് കഷ്ടപ്പെട്ട് ചെയ്ത സിനിമയാണ് കടകൻ. അദ്ദേഹം ഇത്രയും വലിയൊരു ലോഞ്ച് അടുത്ത സിനിമയ്ക്ക് ചെയ്തത് ഭയങ്കര സന്തോഷം. പിന്നെ അമീറും സുഹൃത്തും ഒക്കെ നമുക്കൊക്കെ വേണ്ടപ്പെട്ടവരാണ്. ഞാൻ ഒരു സിനിമ വർക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ സിനിമ നന്നാകട്ടെ. ഇനി ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റും. താങ്ക് യു. ഡർബി വൻ വിജയമായി മാറട്ടെ. മൻസൂർ ഭായിക്ക് ഇതേ ടീമിനെ വെച്ച് അടുത്ത പടം ചെയ്യാനുള്ള ഊർജ്ജം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം തന്നെ എനിക്കൊരു സന്തോഷം പറയാനുള്ളത്, ഞാനും വളരെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന, സോഷ്യൽ മീഡിയയിലൂടെ ആദ്യം കണ്ട് പിന്നെ സിനിമയിലൂടെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന യുവതലമുറയിലെ മിന്നുന്ന താരങ്ങൾക്കൊപ്പമാണ് ഒരു വേഷം എനിക്കുണ്ട്. പിന്നെ ജോൺ ചേട്ടൻ്റെ കൂടെ വീണ്ടും ഒരു പടത്തിൽ വരുന്നതിൻ്റെ സന്തോഷം വേറുണ്ട്. അദ്ദേഹത്തിൻ്റെ മരുമകനായിട്ട് ഞാൻ വേറൊരു പടത്തിലുണ്ടായിരുന്നു തട്ടുമലയിൽ. പിന്നെ കോളേജിന്റെ പടി കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. 10ാം തരം പൊരുതി തോറ്റൊരു മനുഷ്യനാണ്. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് എൻ്റെ മോനെപ്പോഴും കളിയാക്കാം. അവൻ ഈ കോളേജ് ക്യാമ്പസിലൊക്കെ കലസുന്ന ആയതുകൊണ്ട് ഇപ്പം കോളേജിൽ പഠിക്കാത്ത എനിക്ക് കോളേജിലൊരു അധ്യാപകന്റെ വേഷം ഇതിനകത്ത് തന്നതിന് സജിലിനോടും ടീമിനോടൊക്കെ പ്രത്യേകം കടപ്പാട് നന്ദി അറിയിക്കുന്നു. എല്ലാവരും വിജയാശംസകളും. എല്ലാവർക്കും നമസ്കാരം. അപ്പോ ഇങ്ങനൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ പണിയിലെ തന്നെ മെർലിറ്റ്, സാഗർ, ബോബിച്ചേട്ടൻ, അങ്ങനെ എല്ലാ ആൾക്കാരോടും വീണ്ടും വർക്ക് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു സജിൽ ബ്രോ പണി കഴിഞ്ഞ ഉടനെ ആദ്യം വിളിച്ചത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് തന്നെ പുള്ളി പറഞ്ഞപ്പോ പുള്ളിയുടെ കൂടെ ഒരു പടം ചെയ്യാൻ പറ്റാന്നുള്ളത് തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ. ഹലോ, ആദ്യം തന്നെ വളരെ സന്തോഷമുണ്ട്. കാരണം സജിലിക്ക് നമ്മുടെ നാട്ടുകാരനാണ്, മലപ്പുറം ജില്ലക്കാരനാണ്. അപ്പൊ പുള്ളിയുടെ കൂടെ ഒരു പടത്തിൽ അഭിനയിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ട്. എന്തായാലും അടിപൊളിയായി വരട്ടെ. ഇതിലെല്ലാവർക്കും ആശംസകൾ. എല്ലാവർക്കും നമസ്കാരം. അറിയത്തില്ല, രണ്ടാമത്തെ പടമായിട്ടാണ് ഡർബി അനൗൺസ് ചെയ്തേക്കുന്നത്. ആദ്യത്തെ ഡിറ്റക്റ്റീവ് മെയ് 14 അതിനുശേഷം സജിലേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പടമുണ്ട്, ഈ റോള് നീ തന്നെ ചെയ്യണം എന്ന് പുള്ളി ഭയങ്കര കോൺഫിഡൻസോടെ പറഞ്ഞു. എന്ത് ഇതിലൊന്നും എനിക്കറിയത്തില്ല. മാക്സിമം ഞാൻ എൻ്റെ ഔട്ട്പുട്ട് കൊടുക്കാൻ ശ്രമിക്കും. താങ്ക് യു. നമസ്കാരം. അദ്ദേഹത്തിൻ്റെ ശരിക്കും മൂന്നാമത്തെ പടം, പക്ഷേ സജിൻ്റെ കൂടെ രണ്ടാമത്തെ പടമാണ്. ഇത് ഞാൻ മാത്രമാവും സജിൻ്റെ കൂടെ വീണ്ടും വർക്കുണ്ടാവുക. അപ്പോൾ എല്ലാവരും അനുഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. നമസ്കാരം. എൻ്റെ പേര് ഋഷൻ കെ എന്ന് പറയും. ഞാനൊരു സിംഗറാണ്. BV എന്ന് പറഞ്ഞ സോങ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് മുമ്പേ. പിന്നെ ഒരു ചെറിയ ഒരു ക്യാരക്ടർ മറ്റേ ആഷിഖ് അബു ഖാന്റെ പടത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, റൈഫിൾ ക്ലബില്. അപ്പോ ഇതെന്റെ സെക്കൻഡ് പടമാണ്. പക്ഷെ ത്രൂ ഔട്ട് പടമായതുകൊണ്ട് ഭയങ്കര ടെൻഷനാണുള്ളത്. അപ്പോ എല്ലാരും സപ്പോർട്ട് ചെയ്യാ. അതന്നെ. നമസ്കാരം. വളരെ സന്തോഷമുണ്ട് സജിനെ പോലെ യങ് ആൻഡ് ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറുടെ വർക്ക് ചെയ്യാൻ പറ്റുന്നെന്ന് പറയുന്നത് വളരെ സന്തോഷം. എല്ലാവരുടെയും പ്രാർത്ഥന കൂടി ഉണ്ടാവണം ഇത് സക്സസ്ഫുൾ ആകാനും. എല്ലാവരും അനുഗ്രഹം ഉണ്ടാവണം. താങ്ക് യു. ഹലോ, എൻ്റെ പേര് മനു. എൻ്റെ ഫസ്റ്റ് പടമാണ്. സജില് എൻ്റെ സുഹൃത്താണ്, കൂടപ്പിറപ്പാണ്. എപ്പോഴും കൂടെ ഉണ്ടാവും. തുടക്കം മുതലേ ഞങ്ങൾ ഒരുമിച്ച്. അപ്പോൾ കടകൻ എന്ന സിനിമയിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളാണ് എൻ്റെ ഫസ്റ്റ് പടമാണ്. നമസ്കാരം. എൻ്റെ പേര് ഹബീബ് ഷാജാൻ. എൻ്റെ ഫസ്റ്റ് പടമാണ്. ഒരു നല്ലൊരു ക്യാരക്ടർ വന്നതിന് എന്തുകൊണ്ടാണ് എന്നെ വിളിച്ചതെന്ന് അറിയില്ല. എൻ്റെ നല്ലൊരു ഔട്ട്പുട്ട് കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. കാര്യമായിട്ട് പ്രസംഗിക്കാനൊന്നും അറിയില്ല. നമ്മളൊരു വൃത്തിക്ക് നല്ലൊരു കോൺഫിഡൻസോട് കൂടിയിട്ട് കോളേജ് പടം എഴുതാമെന്ന് പ്ലാൻ ചെയ്ത് അതിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ എലമെൻസും സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. നല്ല രീതിയിൽ വരട്ടെ നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. എൻ്റെ പേര് വീണ്ടും വയസ്സ്. എൻ്റെ ആദ്യത്തെ സ്ക്രിപ്റ്റാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത് നമ്മുടെ പ്രൊഡ്യൂസറായ മൻസൂർക്കാരാണ്. കാരണം
ഇങ്ങനെ ഒരു ഫസ്റ്റ് സ്ക്രിപ്റ്റ് ഞങ്ങളോട് ചേർന്നപ്പോൾ നല്ല കോൺഫിഡൻസിലാണ് ഞങ്ങളൊരു കോൺഫിഡൻസ് കണ്ടിട്ടാണ് ഈ സിനിമ ചെയ്യാതെ പറഞ്ഞത്. ബിഗ് താങ്ക്സ് ടു മൻസൂർ ഖാൻ. പിന്നെ ഈ സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോൾ സജിലും പറഞ്ഞ നല്ല പരിപാടിയാണെന്ന് ബാക്കിയൊക്കെ ഇഷ്ടമാണ്. എന്താ പറയാ, ഇനി എൻ്റെ പരിപാടിയാണ്, മേക്കിംഗ് ആണ് ഉള്ളത്. ഇതിൽ പൂർണ്ണ നല്ല കോൺഫിഡൻസ് ഉണ്ട്. നല്ലൊരു സിനിമ ആവട്ടെ, എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവും. പിന്നെ എൻ്റെ DOP ഇവിടെ, അതുപോലെ തന്നെ അശ്വിൻ, ജെറി, അശ്വിൻ നമ്മുടെ മ്യൂസിക് ഡയറക്ടറാണ്, നമ്മുടെ എഡിറ്ററാണ്, അതുപോലെ തന്നെ കോയക്കുണ്ട്. അപ്പം വലിയൊരു ടീം വർക്കാണിത്. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. എനിക്ക് ഇവരിലൊക്കെ നല്ല പ്രതീക്ഷയുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് മൻസൂർ ഖാനെ പോലത്തെ ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വലിയ ഒന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു സിനിമ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിലൊരുപാട് സന്തോഷം. പിന്നെ എൻ്റെ AD-മാർ, അസിസ്റ്റൻസ്, അവർ, അപ്പോൾ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം. കൂടുതലൊന്നും പറയണില്ല. സിനിമ നല്ല സിനിമയായി വരാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ ഉണ്ടാവുക, അത്രമാത്രം.